ബിഗ് ബോസിൽ പലപ്പോഴും മത്സരാർത്ഥികളിലും പ്രേക്ഷകരിലും സർപ്രൈസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യം എവിക്ഷൻ തന്നെയായിരിക്കും. എന്നാൽ ഇത്തവണ നടന്ന പോലത്തെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എവിക്ഷൻ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായേ നടന്നിട്ടുള്ളൂ എന്നതാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഫീഡ്ബാക്ക്. 7 പേരാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അർജുൻ, ജിൻഡോ, ശ്രീതു, സിജോ, ജാസ്മിൻ, ഋഷി, നോറ എന്നിവരായിരുന്നു അത്. ഇതിൽ നോറയുടെ എവിക്ഷൻ ശനിയാഴ്ച എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ, ജിൻഡോ സേവ്ഡ് ആണെന്നും ലാലേട്ടൻ ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ശ്രീതു, സിജോ, ജാസ്മിൻ, ഋഷി എന്നിവരുടെ ഫലം പെൻഡിംഗ് ആണെന്നും ലാലേട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ ബിഗ് ബോസ് തന്നെയാണ് ഇന്നലത്തെ എവിക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും ഗാർഡൻ ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ചു. ഒരു ത്രാസും കുറെ ബാഗുകളൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേർ വീതം വന്ന് സ്വന്തം പേരിലുള്ള ബാഗുകൾ ത്രാസിലേക്ക് വെക്കുകയാണ് വേണ്ടിയിരുന്നത്. ആരുടെ ത്രാസാണോ താഴ്ന്നിരിക്കുന്നത് അവർ സേവ്ഡ് ആകുമായിരുന്നു. ഇതുപ്രകാരം ആദ്യം ഋഷിയും പിന്നീട് ജാസ്മിനും സേവ്ഡായി. അവശേഷിച്ചിരുന്നത് പിന്നെ സിജോയും ശ്രീതുവും ഒക്കെ ആയിരുന്നു. ശ്രീതു പുറത്താവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, ശ്രീതു ഉൾപ്പെടെ. എന്നാൽ എല്ലാവരുടെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിട്ട് തന്നെ ശ്രീതുവിന്റെ ത്രാസ് ആണ് താഴ്ന്നു വന്നത്. തുടർന്ന് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നു, ശ്രീതു സേവ്ഡ് ആണെന്നും സിജോ എവിക്റ്റഡ് ആണെന്നും. എല്ലാവരുടെയും മുഖത്ത് ആ ഒരു അമ്പരപ്പ് വളരെ പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഫിനാലേക്ക് വരാൻ യോഗ്യനാണ് എന്ന തോന്നൽ ഉണ്ടായിരുന്നത് കൊണ്ടുമാകാം എല്ലാവർക്കും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നത്. അർജുനൊക്കെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇത്രയധികം മൈൻഡ് ഗെയിം ഒക്കെ കളിച്ചിട്ടും സിജോ പുറത്തായത് എന്തുകൊണ്ടായിരിക്കും? ശരിക്കും ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെ ആയിരുന്നു. അതുപോലെ സ്ത്രീജനങ്ങൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ശ്രീതുവിനെ നിർത്തി സിജോയെ പുറത്താക്കിയതാണോ? ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 92ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. നിലവിൽ 6 മത്സരാർത്ഥികളാണ് ഇപ്പോൾ ആ വീട്ടിൽ അവശേഷിക്കുന്നത്. എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്നും ലേഡീസ് കുറയും എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് മറിച്ചത് എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് അത്തരത്തിലാണ്. പക്ഷെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു PR ഗ്രൂപ്പിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അഭിഷേകിന് PR ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ അഭിഷേക് ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 ആഴ്ചകളായിട്ടാണ് കുറച്ചും കൂടെ ഗെയിമിലേക്ക് ഇൻവോൾവ് ആയിട്ട് കളിക്കുന്നത്. അതിനു മുമ്പും അഭിഷേക് അവിടെ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള PR ഗ്രൂപ്പിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് അഭിഷേകിനുണ്ടായിരുന്നു. അത് അഭിഷേകിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഋഷിയെ കാര്യം പറയുകയാണെങ്കിലും ഋഷിക്ക് അൻസിബയുടെ ഫാൻസും അതുപോലെ ഉപ്പുമുളകിന്റെയും ഫാൻസും ഒക്കെ ഉണ്ട്. ഋഷി ഓൾറെഡി ഒരു ഫെമിലിയർ ഫേസ് ആണ്. അത്തരത്തിൽ പിന്നെ ഋഷിയുടെ PR ഫാൻസും എല്ലാവരും കൂടെ ആയപ്പം ഋഷിക്കും നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവണം. പിന്നെ ശ്രീതുവിന്റെ കാര്യത്തിലാണെങ്കിലും അർജുന്റെ ഒരു ഫാൻസ് ഉറപ്പായിട്ടും ശ്രീതുവിന് തന്നെയായിരിക്കും അവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക. അർജുൻ സേവ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടിട്ട് ആ ഒരു വോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അർജുന്റെ ഫാൻസ് ശ്രീതുവിന് വോട്ട് കൊടുത്തു. പിന്നെ ഈ അർജുൻ ശ്രീതു കോംബോ എന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരും ആ ഒരു വോട്ട് കൊടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം ശ്രീതുവിന് കുറച്ച് സീരിയൽ റിലേറ്റഡ് ആയിട്ട് കുടുംബ പ്രേക്ഷകരൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ വോട്ടിംഗ് തന്നെയാണ് ഇതിലൊരു മാറ്റർ ആയിട്ട് വരുന്നത് എന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ 3 പേരുടെ പേര് പറയാൻ കാര്യം ഈ അവർ 3 പേരെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് സിജോയുടെ എവിക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഋഷിയും ശ്രീതുവും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സിജോ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സിജോയ്ക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള സപ്പോർട്ട് മറ്റുള്ളവരെക്കാളൊക്കെ വളരെയധികം കുറവായിരുന്നു. ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടാണെങ്കിലും PR ഗ്രൂപ്പുകളാണെങ്കിൽ തരും അത്ര എവിഡന്റ് ആയിട്ട് സിജോയ്ക്ക് അത്തരം സപ്പോർട്ടുകൾ കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ചില നെഗറ്റീവ്സ് പോലും കഴിഞ്ഞ ഒരു 2 വീക്കിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നന്ദനയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നന്ദനയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിജോയും സായും കൂടെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതൊരു നെഗറ്റീവ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ചില ഗെയിമുകൾ അൺഫെയർ ആയിട്ട് സിജോ കളിക്കുന്നുണ്ട് എന്നുള്ളത് ലാസ്റ്റ് ഒരു 2 വീക്കിലേക്കൊക്കെ ആയപ്പോഴത്തേക്കും ആളുകളിലേക്ക് വളരെ പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി ആയപ്പോൾ ആ ഒരു വോട്ടിങ്ങിൽ നല്ല രീതിയിൽ കുറവ് വന്നതുകൊണ്ട് മാത്രമായിരിക്കാം സിജോ പുറത്തു പോയിട്ടുണ്ടാവുക. അല്ലാതെ മൈൻഡ് ഗെയിമിന്റെ ഒരു രീതിയിൽ മാത്രമായിരിക്കില്ല. ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചതാവാം അവർ വോട്ടിംഗ് തന്നെയാണ് ഇതിന്റെ ബേസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ആ ഒരു രീതിയിൽ ശ്രമിച്ചതായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും പിറന്നാൾ ദിനത്തിൽ തന്നെ സിജോയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതും ഒരു സങ്കടം തന്നെയാണ്. സിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളപ്പോൾ ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത്.
എപ്പിസോഡിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നാട്ടുരാജാവ് ടാസ്കിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജിൻഡോയുടെ ആ ഒരു രീതി, ജിൻഡോ ആ ഒരു നാട്ടുരാജാവ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ച ഒരു രീതി നല്ലതായിരുന്നു എന്നും ആ ഒരു കോൺസെപ്റ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും വന്നൊരു ഫീഡ്ബാക്ക്. പ്രേക്ഷകർക്കും അത്ര വെറുപ്പിക്കാത്ത തരത്തിലുള്ള ഒരു രാജഭരണവും അല്ലെങ്കിൽ ഒരു രീതി, ആ ഒരു രീതിയിൽ ഗെയിംസ് കൊടുത്തുകൊണ്ടിട്ട് അതിൽ ജയിക്കുന്ന ആൾക്ക് പദവി കൊടുക്കുക എന്നുള്ളത് ജിൻഡോയുടെ അതൊരു ബുദ്ധിയായിരുന്നു എന്നുള്ളത് ജിൻഡോ ഇപ്പൊ ഇന്നലെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ആ ഒരു ദണ്ട് കൈക്കലാക്കി ആ ഒരു പദവി കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഗെയിംസ് കൊടുക്കുകയാണെങ്കിൽ ആ ഗെയിം കളിച്ച് തീരുന്ന ഒരു സമയമെങ്കിലും ജിൻഡോയ്ക്ക് കിട്ടും, അതുവരെയെങ്കിലും ഭരിക്കാം എന്നുള്ളതായിരുന്നു ജിൻഡോയുടെ ഒരു ബുദ്ധി. നല്ലൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അർജുനൊക്കെ പറഞ്ഞു ഓണത്തിന് പഞ്ചായത്തിലൊക്കെ പിള്ളേരൊക്കെ ചേർന്നിട്ട് കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ഫണ്ണായിട്ട് തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ജാസ്മിൻ്റെത് മറ്റൊരു രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു. ജാസ്മിൻ ഒരു റാണിയായിട്ട് ഒരു അടക്കി വാഴുന്ന ഒരു സെറ്റപ്പിലേക്ക് പോകാൻ നോക്കിയപ്പം സിജോ അത് തട്ടിപ്പറിക്കുകയും അല്ലെങ്കിൽ അത് ആ ഒരു ഗെയിമിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ്റെതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു, അപ്പൊ ജാസ്മിൻ അതിനെ ആ ഒരു ഇതിനെ എടുത്ത രീതി മോശമായി പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും നല്ലതായിട്ട് ജിൻഡോയുടെയും ഏറ്റവും മോശമായിട്ട് ജാസ്മിൻ്റെതുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അർജുന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് പരകായ പ്രവേശം ടാസ്കിൽ അർജുന്റെ പെർഫോമൻസിന് നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അത് പുറത്താണെങ്കിൽ പോലും അത്രയധികം ഇമ്പാക്ട് സൃഷ്ടിച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അർജുന്റെ. അപ്പൊ ആ ഒരു പെർഫോമൻസിന് നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടന്റെ എക്സ്പീരിയൻസ് ഈ തരത്തിൽ ആക്ടിങ്ങിലും പരകായ പ്രവേശം എന്താണെന്നൊക്കെയുള്ള രീതിയിലുള്ള ലാലേട്ടന്റെ എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ സിജോയുടെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഫിലിം ഓഡീഷൻ കഴിഞ്ഞ വീക്കിൽ ആന്റണി പെരുമ്പാവൂരും ജീത്തു ജോസഫും വീട്ടിൽ വന്ന് അവിടെ ഒരു ഫിലിം ഓഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ഫിനാലെ വീക്കിലേക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫിലിം ഓഡീഷനെ പറ്റിയിട്ടൊക്കെ എല്ലാവരുടെയും എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് സിജോയ്ക്കും നോറയ്ക്കും കിട്ടിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു പെണ്ണുകാണൽ, ഒരു അൺഒഫീഷ്യൽ പെണ്ണുകാണൽ തന്നെയായിരുന്നു. അവരുടെ ആ ഒരു അഭിനയിച്ച് ഫലിപ്പിക്കാനുണ്ടായിരുന്ന ഒരു സംഭവം. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, അപ്പൊ എനിക്കൊരു മോതിരിട്ട് തന്നിട്ടാണ് ആള് പോയിട്ടുള്ളത് എന്നുള്ളത്. വീണ്ടും അമേരിക്കക്കാരിയുടെ ഒരു ടോക്ക് അവിടെ വരികയാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ലാലേട്ടൻ കുറെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയായിരുന്നു അവരോട്. കുറെ അധികം വാക്കുകൾ പറയും, അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസിന്റെ പേരുകൾ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന 25 കണ്ടസ്റ്റന്റുകളിൽ ആ ഒരു ഇത് ഏറ്റവും ചേരുന്നത് ആർക്കാണ് എന്നുള്ളത് പറയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചൂണ്ട എന്ന ഇത് പറയുമ്പം ജിൻഡോയുടെ പേരാണ് എല്ലാവരും പറയുന്നത്. രാവിലെ എണീക്കുമ്പോൾ മുതൽ ചൂണ്ട ഇടാനായിട്ട് നോക്കും. ചെറിയ മീനാണ് കൊത്തുന്നതെങ്കിൽ ആ ചെറിയ മീനെ ഇട്ടുകൊണ്ടിട്ട് വലിയ മീനെ പിടിക്കാനായിട്ട് നോക്കും. അത്തരത്തിൽ ജിൻഡോ തന്നെയാണ് ചൂണ്ടയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറുക്കനായിട്ട് പറഞ്ഞത് രതീഷിനെയാണ്. കൗശലക്കാരനാണ് രതീഷ്. അത്തരത്തിലുള്ള വലിയ സൈലന്റ് ആയിട്ടും വയലന്റ് ആയിട്ടും നിന്നിട്ടുള്ള കൗശലങ്ങളൊക്കെ പ്രയോഗിച്ചു കൊണ്ടിരുന്ന ആള് രതീഷ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓന്തായിട്ട് ജിൻഡോയെ പറഞ്ഞു. ഒരു ഭാവഭേദ വ്യത്യാസങ്ങളും ഇല്ലാതെ അപ്പപ്പ കാര്യങ്ങൾ മാറ്റി പറയാനായിട്ട് പറ്റുന്ന ഒരേ ഒരാൾ ജിൻഡോ ആണെന്നാണ് പറയുന്നത്. പിന്നെ ചൊറിയണമായിട്ട് നോറയെ പറഞ്ഞു. നോറയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ പോലും അതൊരു പാരയാകും എന്നുള്ളതാണ് ഋഷി പറയുന്നത്. അതുകൊണ്ട് ചൊറിയണമായിട്ട് നോറയാണ് പറഞ്ഞത്. ശൃംഗരിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ചോദിച്ചപ്പം അർജുനെയാണ് ഒബ്വിയസ്ലി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലർട്ടിങ് കൈൻഡ് ഓഫ് കോഴി എന്നുള്ളതാണ് അഭിഷേക് അവിടെ അർജുനെ പറ്റിയിട്ട് പറഞ്ഞത്. പിന്നെ തൊട്ടാവാടിയായിട്ട് ഋഷിയാണ് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ ഒക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വില മതിക്കാനാവാത്ത മുത്ത് ആരാണെന്ന് ചോദിച്ചപ്പം അതിന് ജാസ്മിൻ ഗബ്രിയെയും സിജോ ശരണ്യയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്ര പ്രഷ്യസ് ആണ് എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ. ഒളിഞ്ഞിരുന്ന് മുറിവേൽപ്പിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പം അത് സിബിൻ ആണ് എന്നുള്ളതാണ് അർജുന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്ലൈ. അതിന് അർജുൻ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. പല ഭാഗത്തും പോയിരുന്ന നമ്മൾ അറിയാതെ തന്നെ പല രീതിയിലുള്ള കളികളും സിബിൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് അർജുൻ പറഞ്ഞത്. പിന്നെ കളിമണ്ണായിട്ട് ഋഷിയാണ് പറഞ്ഞത്. ഈസിയാണ് മാനിപ്പുലേറ്റ് ചെയ്യാനും മോൾഡ് ചെയ്തെടുക്കാനും ഈസിയാണ്. ഇത് ഉണ്ടാക്കുന്നവരുടെ കഴിവിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഋഷിയെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പാവയായിട്ട് സായി ആണ് പറഞ്ഞത്. കാരണം സായി ഇമോഷൻലെസ് ആണ് എന്നുള്ളതാണ് അഭിഷേക് അതിന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് തന്നെ പാവയായിട്ട് സായിയെ പറയാം. പിന്നെ ഓട്ടക്കാലണ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഋഷി അൻസിബേനെയാണ് പറഞ്ഞത്. ആരും വില കൽപ്പിക്കാത്ത ഒരു വ്യക്തി അൻസിബയായിരുന്നു. എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഒരു വാല്യൂം അൻസിബയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഋഷി പറയുന്നത്. ക്യാമറയായിട്ട് പൂജയാണ് പറഞ്ഞത്. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഒപ്പിയെടുക്കാൻ കഴിവുള്ളത് പൂജയ്ക്കാണ്. A to Z എല്ലാം പൂജയ്ക്ക് അറിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാഗ്നറ്റ് ആയിട്ട് പറഞ്ഞത് നന്ദനയാണ് പറഞ്ഞത്. പെട്ടെന്ന് ഒട്ടുന്നതും എന്നാൽ ഒട്ടും വിട്ടുപോകാത്തതുമായിട്ടുള്ള ഒരാളായിട്ട് നന്ദനെ
പറഞ്ഞു. ദെൻ കന്നഡ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ആൾ എന്നുള്ള രീതിയിലാണ് കന്നഡ എന്ന കോൺസെപ്റ്റ് വന്നത്. അപ്പൊ അതിൽ ശ്രീരേഖയാണ് ജിൻഡോ പറയുന്നത്. ചാർജർ ആയിട്ട് പറയുന്നത് സുരേഷ് ചേട്ടനെയാണ്. ആർക്കും ഊർജ്ജം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ചേട്ടൻ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ സുരേഷ് ചേട്ടനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചെണ്ടയായിട്ട് നോറയെ പറയുന്നു. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊട്ടാനുള്ള ഒരു അവസരം നോറ തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഡമ്മി ആയിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ ശ്രീതു നിഷാനെയാണ് പറഞ്ഞത്. ആദ്യത്തെ ഒരു 2 വീക്കുകളിലൊക്കെ നിഷാനെ എല്ലാവരും ഡമ്മിയാക്കി യൂസ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല എന്നുള്ളത് ചോദിക്കുമ്പം ജിൻഡോയാണ് ജാസ്മിൻ പറയുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും അതിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് കുറച്ച് ആഡ് ഓൺ ആയിട്ട് പറയുന്നത് ജിൻഡോ ആണെന്ന് പറഞ്ഞപ്പോൾ ജിൻഡോയും അത് സമ്മതിച്ചു. കേൾക്കുന്നവർക്ക് ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ജിൻഡോ പറഞ്ഞത്. റേഡിയോ ആയിട്ടും ജിൻഡോയാണ് പറഞ്ഞത്. വ്യാപകമായി എല്ലാ കാര്യങ്ങളെയും പരത്തി വിടാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളത് ജിൻഡോ തന്നെയായിരുന്നു. പൂച്ചയായിട്ട് അല്ലെങ്കിൽ ആരും അറിയാതെ കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് പറഞ്ഞത് റസ്മിനെയാണ്. വള്ളി ആരാണെന്ന് ചോദിച്ചപ്പം അതായത് പിടിവിടാതെ ശല്യമാകുന്നത് ആരാണെന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിൽ ഉദ്ദേശിച്ചത്. അതിന് ജാസ്മിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത്തരത്തില് പിന്നെ ഏറ്റവും പാവം ആരാണ് എന്ന് ചോദിച്ചപ്പം സുരേഷ് ഏട്ടനാണ് എന്ന് പറയുമ്പോൾ കൂടെ ലാലേട്ടൻ പറയുന്നുണ്ട് അല്ല ഞാനാണ്, ഈ വീട്ടിലിപ്പം ഉള്ളവരിലെ ഏറ്റവും പാവം ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഗെയിം അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 2-3 ഗെയിമും കൂടെ ഉണ്ടായിരുന്നു. അത് അത്രയ്ക്ക് ഒരു ഹൈലൈറ്റഡ് ആയിട്ട് തോന്നാത്തതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യാത്തത്. പിന്നീട് എവിക്ഷൻ പ്രോസസ്സ് തന്നെയായിരുന്നു. സിജോ എവിക്റ്റഡ് ആവുന്നു. എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. ആരും അത്ര പ്രതീക്ഷിക്കാത്ത ഒരു ഇതായത് കൊണ്ടിട്ടും പിന്നെ സിജോ കുറച്ചും കൂടെ ഡിസേർവിംഗ് ആണെന്ന് ആ വീട്ടിലുള്ളവർക്ക് തോന്നുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അത്തരം സങ്കടങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഫിനാലെ ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന സാറ്റർഡേ 16-ാം തീയതിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലെയാണ്. അന്നറിയാം കപ്പ് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞത്. ഇപ്പം എല്ലാത്തിനും ശേഷമായിട്ട് 6 പേരാണ് ഇപ്പം അടുത്ത ഒരു 14-ാമത്തെ വീക്കിലേക്ക് പോകാൻ പോകുന്നത്. ഈ 6 പേരിൽ നിന്നും ഇനി ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിക്കൊണ്ടിട്ട് ടോപ്പ് 5 ഉണ്ടാവും. അതിനുശേഷം ടോപ്പ് 3 ഫിനാലയുടെ അന്നോ തലേ ദിവസമോ ആയിരിക്കും ടോപ്പ് 3 പറയുന്നുണ്ടാവുക. അതിൽ നിന്നും ഒരാളാണ് കപ്പിലേക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള ഒരു വീക്ക് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ആരാകും കപ്പ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.